നമ്മുടെ കുറച്ച് വിങ്ക പ്ലാന്റ്സ് ഫ്ലവർ ആയപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി ടൈമാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അന്നേരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ്സൊക്കെ. ഇതിലൊന്ന് നിയോൺ റെഡ്, ബാട്ടിക്ക്, പിന്നെ വേറെ പേരറിയാത്ത കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ബ്ലഷ് ഒക്കെ ഉണ്ട്, പിന്നെ നമ്മുടെ വയലറ്റ് സ്റ്റെല്ലാറൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ ആ ഒരു പ്ലാന്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ട് ഞാനിത് കുട്ടി വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാനായിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ വെച്ചൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. ഈ കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? സത്യം പറഞ്ഞാൽ വിങ്ക പ്ലാന്റ്സ് വാങ്ങിയത് വെറുതെ ഒരു ഇഷ്ടം കൊണ്ടായിട്ടാണ് വാങ്ങിയത്. പിന്നെ വാങ്ങി വന്നപ്പോൾ അതിനോടൊരു ചെറിയ ക്രേസ് തോന്നിയിട്ടാണ് വിങ്ക പ്ലാന്റ്സ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് പ്ലാന്റ് വാങ്ങിയത് ജാസ്മിൻ്റെ നിന്നും, പിന്നെ വാങ്ങിയത് ഞാൻ തൃശ്ശൂരുള്ളൊരു നഴ്സറിയിൽ നിന്നുമാണ് കേട്ടോ. പേര് നാച്ചുറൽ ഗാർഡൻ എന്നോ അങ്ങനെ എന്തോ ആണ്, പക്ഷേ പേരിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരിൽ നിന്ന് രണ്ടുപേരിൽ നിന്നാണ് ഞാൻ ആദ്യം പ്ലാന്റ് വാങ്ങിയത്. പോകെ പ്ലാന്റിനോടുള്ള ഇഷ്ടം കൂടി ഇങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നിയാണ് വാങ്ങി ഇങ്ങനെ വെച്ചത്. പക്ഷേ ഇപ്പം നമുക്ക് മഴയായപ്പം ഇടയ്ക്കിടയ്ക്ക് നല്ല പണികൾ കിട്ടുന്നുണ്ട്. ഇതാണ് വയലറ്റ് സ്റ്റെല്ലാർ കേട്ടോ, ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതാണ് നിയോൺ റെഡിന് വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു കളറിൽ മാറിയിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ബാട്ടിക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിനോടുള്ള ഇഷ്ടം കൂടിയായിട്ടാണ് വിങ്ക പ്ലാന്റ് കളക്ട് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു മഴയത്താകുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ പ്ലാന്റ് വാങ്ങിയത്. പക്ഷേ ഇപ്പം മൊത്തം പണിയുടെ അങ്ങേയറ്റം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാങ്ങിങ് വിങ്കയൊക്കെ നിന്ന നിപ്പിൽ പോകുന്ന കണക്കാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി വെറൈറ്റി നമ്മുടെ കയ്യിൽ വന്ന് പോയിട്ടുള്ളതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഏത് പ്ലാന്റ് കാണുമ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടല്ലോ നമ്മുടെ കയ്യിലില്ലെങ്കിലും. അപ്പോൾ പിന്നെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടു വരുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പ്ലാന്റ്സ് വാങ്ങിയത് വിങ്കയുടെ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പ്ലാന്റ്സിനെ എല്ലാം ഒന്ന് പുറത്തേക്ക് ഇതുപോലെ വെയിൽ കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് ഒന്ന് സ്റ്റണ്ടായി പോകും. അതുകൊണ്ട് എനിക്ക് മാക്സിമം സമയം കിട്ടുന്ന ടൈമിലൊക്കെ ഞാനിങ്ങനെ പ്ലാന്റ്സിന് വെയിൽ കൊള്ളിക്കാൻ വയ്ക്കാറുണ്ട്. ഇപ്പം ഞാൻ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. എനിക്ക് സമയം ബാലൻസ് ആവാത്തത് കൊണ്ട് ഫെർട്ടിലൈസറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഫംഗിസൈഡ് കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇത് ലാവൻഡറാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ കളറ് നോക്കൂ, കറക്റ്റ് വെയിൽ കിട്ടാത്തത് കൊണ്ട് ലാവൻഡർ കളറ് ബേബി പിങ്ക് ആയിട്ടാണ് വിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെയിൽ കിട്ടാണ്ടാവുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ പ്ലാന്റ്സിനൊക്കെ. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ സ്റ്റാൻഡിങ് വിങ്കയാണ്, അതായത് അപ്രൈറ്റ് വിങ്കയാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുകയാണ്. നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു സ്ഥലം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ ഇതൊക്കെ വന്നിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നൊരു ടോക്കിയോ ഓറഞ്ചിലൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റ് മെച്ചുറായി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്ലാന്റ്സിലെ കളറും കാര്യങ്ങളും ആ ഫ്ലവറിൻ്റെ കറക്റ്റ് വലിപ്പവും ഒക്കെ വരുന്നത്. പിന്നെ മസ്റ്റായിട്ട് നമുക്ക് വെയിലുണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നത്. ഇത് ടോക്കിയോ ഓറഞ്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ടോക്കിയോ ഓറഞ്ച്. ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച പ്ലാന്റാണ് ഇത്. വന്നിട്ട് ഹാങ്ങിങ് അല്ല എന്ന് വെച്ചിട്ട് ഞാൻ അപ്രൈറ്റ് പോട്ടിൽ നട്ടതാണ്, പക്ഷേ ഇതിപ്പോൾ ഹാങ്ങിങ്ങായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ വെക്കാനാണ് ഉദ്ദേശം. പിന്നെ നമ്മുടെ വെയിൽ കിട്ടാത്തത് കൊണ്ട് ഒരുപാട് പ്ലാന്റ്സിന് ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളൊരു 4 വൈറ്റ് കളർ പെറ്റൂണി നട്ടപ്പോൾ 4 റൂട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ മാറ്റി നട്ടാലും നമുക്ക് വയ്ക്കാൻ കുറച്ച് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാന്റ്സ് ഇങ്ങനെ മാറ്റി നടാണ്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പോളി ഹൗസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എല്ലാ പ്ലാന്റ്സിനെയും സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലാച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് മിസ്സായി പോവുകയുള്ളൂ കേട്ടോ. ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നല്ല വെറൈറ്റിയാണ് കേട്ടോ. ഇതും എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റാണ്. ഐഡിയയും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ ഹാലോ വെറൈറ്റിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, കറക്റ്റായിട്ട് വെയിൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ പ്ലാന്റിലുള്ളത്. ഇതൊരു സെമി ഹാങ്ങിങ് ആണ് ആ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം വെയിൽ കൊള്ളാനായിട്ട് മുകളിലും താഴെയും ഒക്കെ എനിക്ക് സമയം കിട്ടിയതിനനുസരിച്ച് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്ലാന്റ് ഇങ്ങനെ ഞാൻ വെയിൽ കൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറോളം എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്ന് വെയിൽ കൊള്ളിച്ചിട്ടുണ്ട്.
ഇത് കഴിഞ്ഞ ദിവസം നന്നായിട്ട് നിന്ന മില്യൻ ബെൽസ് ആണ് ഓറഞ്ച് തീ. ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല. ഇനി ഉച്ച എന്തെങ്കിലും തിന്നുന്നുണ്ടോയെന്നും അറിയില്ല. എന്ത് ചെയ്യാനാണ്, നല്ല നല്ല വെറൈറ്റീസൊക്കെ ഇതുപോലെ മിസ്സായി പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എന്താ ചെയ്യാനാ, നമ്മളൊന്നും ചെയ്യുന്നതല്ലല്ലോ. നമ്മുടെ പ്ലാന്റ്സൊക്കെ ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് പോകുന്നതാണ്. വെങ്കിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരുന്നില്ല എങ്കിലും ഈ എറുമ്പൊക്കെ കയറിയിരുന്ന് അതിൻ്റെ അടിയിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് പല പല പ്രശ്നങ്ങളും വെങ്കയ്ക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെ പെറ്റൂണിയുടെ മില്യൻ ബെൽസിൻ്റെ കാര്യമാണെങ്കിൽ ഇന്ന് നേരെ നിൽക്കുന്നത് നാളെ നോക്കുമ്പോഴത്തേക്ക് അടിച്ചു പോയി നിൽക്കുന്നൊരവസ്ഥയാണ്. റെഡ് കളറൊക്കെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല കേട്ടോ. നമ്മുടെ മില്യൻ ബെൽസ് നിന്ന നിപ്പിൽ പോവുകയാണ്. പിന്നെ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി നമുക്ക് എതിരെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമുക്ക് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെന്ന് പറയാനേ ആഗ്രഹമുള്ളത്.